ഏതായാലും മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദറത്തിലേക്ക് അതാ സയ്യിദിൻ്റെ പൊണ്ടാട്ടിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വന്നു. നബിയേ, നിങ്ങൾ എന്നോട് പറഞ്ഞ സ്വകാര്യം എൻ്റെ പെണ്ണ് കേട്ടിരിക്കുന്നു, എൻ്റെ പൊണ്ടാട്ടി കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പരത്തിയതാണെന്ന് അങ്ങ് പറയും. അതിനാണ് അവളുമായി എത്തിയത് നബിയെ എന്ന് പറഞ്ഞപ്പോൾ തൊയ്യേ നബിയാരുൾ ചെയ്തവരോടുനൈ വിട്ടൊഴി തീട്ടവള ദുഷ്കമതി പടിയായതിൽ പിൻകഥ റാവി മൊളിന്തിടുവാറ്. ഏറ്റവും വലിയ സൈക്കോളജിക്കാരനായ ഹബീബായ നബി തങ്ങൾ അവിടുന്ന് അള്ളാഹിൻ്റെ റസൂല് സയ്യിദിനോട് പറഞ്ഞു, സയ്യിദേ, ഓളാണ് വിട്ടുള്ള ആ കാര്യമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും വിഷയമല്ലായിരുന്നു, ഞാൻ പറഞ്ഞാലും വിഷയമല്ലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ പറയില്ലല്ലോ, വലിയ ഗൗരവത്തിലാക്കി പറഞ്ഞാലേ ഉള്ളൂ, അയിമ തന്നെ കൂടുക. അപ്പോൾ നബി ആ വിഷയമൊക്കെ വിട്ടുള്ളായിരുന്നു, അത് സാധാ വിഷയമല്ല, പ്രശ്നമല്ല, വിട്ടുള്ളായിരുന്നു. ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അതാ എല്ലാവരോടും കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അതാ ഉഹദിലേക്ക് പുറപ്പെടാനുള്ളൊരു പടയൊരുക്കം ആരംഭിക്കുകയാണ്. രംഗം മഹാകവി മൊയ്കുട്ടി വൈദ്യർ വിവരിക്കുകയാണ്. തെളിത്ത് പുറപ്പെടി തിട്ട് നടത്തിയതും ബയ്യമ്മദീനമിൻ മമ്പുറമം ഉഹദിൻ ചേരുവെത്തിയതും വാർത്താൻ നബി കറിവെത്തി മുഷാവറ തുറ്റ് പുറപ്പെടുവാൻ. വാർത്താൻ നബി കറിവെത്തി മുഷാവറ തുറ്റ് പുറപ്പെടുവാൻ. അങ്ങനെ അറിയിക്കേണ്ട സഹാബക്കളെയൊക്കെ അറിയിച്ച് അതാ ഉഹദിൻ്റെ രണ്ടാംഗണത്തിലേക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും തിരിക്കാനുള്ള പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാളെ പോകുകയാണെങ്കിൽ ഇന്ന് വ്യാഴാഴ്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഒരു വേള അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രംഗം മഹാകവി മൊയ്കുട്ടി വൈദ്യർ വിവരിക്കട്ടെ.